സമുദായ ശാക്തീകരണ വർഷത്തിൽ നമ്മൾ സംരംഭകരായിട്ടുള്ള വനിതകളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം ചേരുന്നത് കൊടിനാത്തുകുന്ന് മാതൃവേദി അംഗങ്ങളാണ്. അവരുടെ ഒരു ബിസിനസ്സാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. ഞാൻ കൊടുനാട്ടുകുന്ന് മാതൃവേദിയുടെ സെക്രട്ടറിയാണ്. സാലിയമ്മ ജോണ. ജിത ജോൺസൺ, എക്സിക്യൂട്ടീവ് അംഗം. റൂബി ബിനോയ്, എക്സിക്യൂട്ടീവ് അംഗം. റീതാമ ബിനോയ്, എക്സിക്യൂട്ടീവ് അംഗം. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഒരു ബിസിനസ്സായിട്ട് മുന്നിലേക്ക് വന്നിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ പ്രോഡക്റ്റ്സ്? ഞങ്ങൾ ഇന്നത്തെ പ്രോഡക്റ്റ് ഉണ്ടെന്നിരിക്കുന്നത് പായസമുണ്ട്, പിന്നെ പലവിധമായിട്ടുള്ള അച്ചാറുകളുണ്ട്. ഞങ്ങളുടെ മാതൃവേദിയുടെ ഫണ്ട് റൈസിംഗ് ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ കണ്ടിരിക്കുന്നത്. ഈ അച്ചാറുകൾ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത അച്ചാറുകൾ? അത് തന്നെ. ഞങ്ങൾ എന്തൊക്കെ സ്പെഷ്യൽ അച്ചാറുകളുണ്ട്? അച്ചാറുകൾ ഇപ്പോഴത്തെ മാങ്ങയുണ്ട്, നാരങ്ങയുണ്ട്, മീൻ 2 വെറൈറ്റി ഉണ്ട്. ഒന്ന് കേരയുടെ ഉണ്ട്, ചൂടയുടെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ തൽക്കാലം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കൈപുണ്യമാണ് നിങ്ങൾ ബിസിനസ്സാക്കി മാറ്റിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇത് ഞങ്ങൾ ബിസിനസ് നടത്തി വിജയിച്ചതുകൊണ്ട് ആ ഒരു ആത്മബലത്തിലാണ്. ഇതിന് മുമ്പ് എവിടെയാണ് ഇങ്ങനെ ഒരു സംരംഭം നിങ്ങൾ ചെയ്തത്? ഞങ്ങളുടെ ഇടവകയിൽ തന്നെ അത് നന്നായിട്ട് വിജയിച്ചിരുന്നു. പായസം നന്നായി വിജയിച്ച ഒരു പരിപാടിയാണ്. അതുപോലെ കപ്പ ബിരിയാണി ചലഞ്ച്, ഇങ്ങനെ പലതും ഞങ്ങൾ ചെയ്ത് വിജയിച്ചിട്ടുള്ളത് കാരണം ആ ഒരു കോൺഫിഡൻസാണ് ഞങ്ങൾക്ക് ഇത് വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം നടത്തി നിങ്ങൾ മാതൃവേദിക്ക് വേണ്ടി ഒരു ഫണ്ട് റേസ് ചെയ്യുന്നു, മാതൃവേദിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആക്കുന്നു, ഇങ്ങനൊരു ആരെയും അധികം ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ തോന്നുന്ന ഒരു ഫീലിംഗ് എന്താണ്? തീർച്ചയായിട്ടും ഞങ്ങൾക്കതിനകത്ത് അഭിമാനമുണ്ട്. ഞങ്ങൾക്കതുകൊണ്ട് പല ചാരിറ്റി പരിപാടികൾ നടത്താൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇടവകയിലുള്ള നിർധനരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠനവർഷം തുടങ്ങുമ്പോഴത്തേക്കിന് ഞങ്ങൾ അവരെ സഹായിക്കാറുണ്ട്, സ്കൂൾ കിറ്റായിട്ടും ഒക്കെ. പിന്നെ ഞങ്ങൾക്കടുത്ത് തന്നെ മേഴ്സി ഹോം എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനമുണ്ട്. അപ്പം അവിടേക്കും ഞങ്ങളാലാകുന്ന ഒരു സഹായം എത്തിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ഇടയ്ക്കൊക്കെ വല്ല അനാഥ മന്ദിരങ്ങളിൽ പോയി അവർക്ക് പൈസയായിട്ടും അവരുടെ കൂട്ടത്തിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. റീസെൻ്റ്ലി ഞങ്ങൾ പുതുജീവനിൽ പോയിരുന്നു ഫുഡ് ആയിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സംരംഭം ഇനി മുന്നോട്ട് കൊണ്ടുപോയി ഇനി പല വേദികളിൽ നമുക്ക് കാണാൻ പറ്റുമോ? തീർച്ചയായും കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പല സ്ത്രീകളും ഉണ്ട് വീട്ടിലിങ്ങനെ ഒതുങ്ങി, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയത്തിലൊക്കെ നിൽക്കുന്നവരുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടമ്മമാരാണ്, വീട്ടിലെ കാര്യങ്ങളൊപ്പമാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി വരുന്നത്. ഇപ്പം ആൻറ്റി പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനമാണെങ്കിൽ പോലും അതിൽ വലിയ ചാരിറ്റികൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന എന്നാൽ ഇച്ചിരി പുറകോട്ട് നിൽക്കുന്ന ആളുകളോടൊക്കെ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇതിന് നമ്മൾ മുമ്പോട്ടിറങ്ങിയാൽ എന്തും സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും പുറകോട്ട് നിൽക്കരുത്. ഞങ്ങളും അങ്ങനെ പുറകോട്ട് നിന്നവരാണ്. ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പായി കഴിഞ്ഞപ്പോൾ അതിനകത്ത് പലരുണ്ട് നമ്മളെ എൻകറേജ് ചെയ്യാനും മുമ്പോട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യാനും ആളുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവക വികാരിയും ഞങ്ങളുടെ ഡയറക്ടർ, ആനിമേറ്റർ സിസ്റ്റേഴ്സ്, അങ്ങനെ എല്ലാവരും ഞങ്ങളെ അങ്ങേയറ്റം സഹായിക്കുന്നുണ്ട്. അവരുടെ എല്ലാ സപ്പോർട്ടോടും കൂടി ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്ത് വിജയിപ്പിക്കാൻ സാധിക്കുന്നു. അതാണ് ഞങ്ങളുടെ ശക്തി. താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഇനിയും ഒരുപാട് സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് വരട്ടെ, നിങ്ങൾ ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും.